എല്ലാം ഓക്കെ അല്ലേ? നമുക്കിത് തെറ്റിപ്പൂ വരച്ച് നോക്കിയാലോ? തെച്ചി തെറ്റി എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ തെറ്റി എന്നാട്ടോ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 2-3 സൈസിൽ തെറ്റിച്ചെടിയാണ് കേട്ടോ. റോസ്, മഞ്ഞ, പിന്നെ റെഡ്. ഇതിൽ റെഡിനാണ് യഥാർത്ഥ പ്രധാന പണി. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞങ്ങളാണ് വെച്ചുന്നതെങ്കിൽ അന്ന് ഓണത്തിൻ്റെ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ല അമ്മയാണ് വെച്ചുന്നതെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഓണമായിരിക്കും. അതാണ് ഞങ്ങളുടെ ഈ ചുമന്ന തെറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വീട്ടിൽ തിരുവോണത്തിന് മാത്രമേ പുറത്തുനിന്ന് പൂ മേടിക്കാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ പറമ്പിലൊക്കെ ഉള്ള പൂ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് സെറ്റാക്കി വെക്കും. പോകെ പോകെ ഈ പൂക്കളുടെ അളവ് കുറഞ്ഞു വരും. അതിൽ മെയിനായിട്ട് ചിലപ്പോൾ ഈ തെറ്റിപ്പൂ മാത്രമേ എണ്ണാത്തുള്ളൂ. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പല സൈസിലുള്ള ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുവിധം ഒതുക്കി വെക്കും. ഈ 8-9 ആകുമ്പോഴത്തേക്ക് ഈ പൂക്കളം എന്ന പേര് മാറിയിട്ട് അത് ഇലക്കളമായിട്ട് മാറാറുണ്ട്. ഈ ഇലക്കളാണെങ്കിലും പൂക്കളാണെങ്കിലും 10 ദിവസം നമ്മുടെ ഇവിടെ തെറ്റിപ്പൂ ഉണ്ടായിരിക്കും കേട്ടോ. വോയിസ് ഓവർ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. സോ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ തെറ്റിപ്പൂ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.